ഹരിതയുടെ കാര്യം പറയാം. ഇപ്പം ഹരിതയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് അത് പിരിച്ചുവിടുന്നു, ആകെ പ്രശ്നമാകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് അതൊന്ന് ഒതുക്കി എല്ലാം സെറ്റായി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്? എങ്ങനെയാണ് വിവാദം പ്രോപ്പർലി അത് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, പല ആൾക്കാരും അതിനെ പല രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞു വെച്ച കാര്യങ്ങളോ അല്ലാത്തതൊക്കെ സ്ക്രീനിൽ ഇപ്പം ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും ആ സാധനത്തിന് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് സംസാരിച്ച് വഷളാക്കേണ്ട ഒരു രൂപത്തിലേക്ക് വരും. വളരെ ഭംഗിയായിട്ട് അമിക്കബിളായിട്ട്, ഞാൻ ആ വാക്കാ യൂസ് ചെയ്യുക, അമിക്കബിളായിട്ട് ആ വിഷയത്തിൻ്റെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും സംസാരിച്ച് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പേടിയല്ല. ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത, നിങ്ങളതിനെ ജാഗ്രത എന്ന് വിളിച്ചോളൂ, ഞാൻ ആ ജാഗ്രത കാണിക്കുന്നത് മാത്രം. ഇപ്പം ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശി പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. ആ ഒരു എന്താ പറയുക, കസ്റ്റമറി രീതി ഒന്ന് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പം ആ വിഷയത്തിൻ്റെ പരിഹാരം എന്താണ്, ആ വിഷയത്തിൽ എൻഗേജ് ചെയ്ത ആൾക്കാർക്ക് അറിയാതെ എന്താണ് പരിഹാരം വേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ട് ഞാൻ മാറ്റിയതായിട്ട് എവിടെയും കാണാനും പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നമ്മൾ ഈ വായുന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ തീരുമാനം എടുത്തല്ലോ. എൻ്റെ റൈറ്റിങ്ങിലോ എൻ്റെ മൗത്തു നിന്നോ അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ പറഞ്ഞതോ കേട്ടതോ ആയിട്ടുണ്ടെങ്കിൽ അതല്ലേ ആളുകൾ ഏറ്റവും ഫസ്റ്റ് വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. നമുക്കൊരു വിഷയത്തിൽ നിന്ന് അപ്പുറത്തെ വിഷയത്തിലേക്ക് പോകണ്ടേ, അടുത്ത വിഷയത്തിലേക്ക് സംസാരിക്കണ്ടേ.